കഴിഞ്ഞ 10 ദിവസമായി നീണ്ടകര ശരിക്കും കേരളത്തിൻ്റെ സങ്കടക്കരയായി മാറിയിരിക്കുകയായിരുന്നു. കടലിൽ കാണാതെ പോയ ഒരു യുവാവിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ്. പക്ഷേ തെരച്ചിൽ എത്രമാത്രം കാര്യക്ഷമമായിട്ട് നടന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഘട്ടത്തിലാണ് പ്രധാനമായും നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ആ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയത്. സാറിൻ്റെ വളരെ നിർണായകമായിട്ടുള്ള ഇടപെടലായിരുന്നു. എങ്ങനെയായിരുന്നു ശരിക്കും? അല്ല, ഞാൻ ടി വിയിൽ ആ അമ്മയുടെ ഒരു വിലാപം കേട്ടിട്ടാണ്. അവരാവശ്യപ്പെട്ടതെല്ലാം സാധിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് സാങ്കേതികമായിട്ട് എങ്ങനെ സാധ്യമാവും എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നെങ്കിലും അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ഇത് നേരത്തെ ആകാമായിരുന്നു. പക്ഷേ നമ്മളിനി കുറ്റപ്പെടുത്തലിനും ചെയ്ത തെറ്റുകളുടെ പോസ്റ്റ്മോർട്ടം ഒന്നും നടത്താൻ നിന്നാൽ നമുക്ക് ജനങ്ങളെ സമാധാനിപ്പിക്കാനൊക്കത്തില്ല. അതൊരു വലിയൊരു സോഷ്യൽ അപ്രൂവറായിട്ട് വരാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ ഘട്ടം എത്ര ദിവസത്തേക്ക് ഇങ്ങനെ തുടരുമെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ കേരളത്തിലെ ഭരണത്തിനായാലും അങ്ങനെ ഒരു പിന്തുണ ആവശ്യമാണെങ്കിൽ അത് ചെയ്യണമെന്ന് വിചാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ അമ്മയുടെ റിക്വസ്റ്റിനാണ് ആ മകളുടെ റിക്വസ്റ്റിനാണ് ഞാൻ വഴങ്ങിയത്. ആ ഭാര്യയുടെ റിക്വസ്റ്റിനാണ് വഴങ്ങിയത്. അപ്പോൾ അവരാവശ്യപ്പെട്ടതെല്ലാം സാധ്യമാകുന്നതായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്തിരി പഠിപ്പും വിവരമൊക്കെയുള്ള ഒരു സ്ത്രീയാണ് ആ അമ്മ. അപ്പോൾ അതിൽ നേവിയുടെ ഹെലികോപ്റ്റർ വരുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മാത്രമല്ല സ്റ്റേറ്റിന് വേണ്ടി തന്നെ ഹെലികോപ്റ്റർ മറ്റ് പല സ്ഥലങ്ങളിലേക്കും മുതലപ്പുഴയും അതുപോലെ വിഴിഞ്ഞത്തേക്കുമൊക്കെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് കോസ്റ്റ് ഗാർഡ് വന്ന് അവിടെ ശ്രമം നടത്തിയത്. പക്ഷേ കോസ്റ്റ് ഗാർഡിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരിവിടെ ഫിഷറീസിൽ നിന്ന് ഒരുക്കിയിരുന്ന സ്ക്യൂബ ഡൈവേഴ്സിനും ഡൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് സദേൺ നേവൽ കമാൻഡുമായിട്ട് ക്യാപ്റ്റൻ ഹാർക്കെ ബോംബെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും നല്ല ഓപ്പറേഷണൽ മെത്തഡ് ഇതാണ്, റിസൾട്ട് ഈൽഡ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാത്രി 9 മണിക്കാണ് തീരുമാനമെടുക്കുന്നത്. സദേൺ നേവൽ കമാൻഡ് അവിടുന്ന് INS വിടുന്നു എന്നുള്ളത്. അപ്പോൾ കൂടെ അവർക്ക് എന്തെങ്കിലും ഡെബ്രി സ്പോട്ടിൽ പോയി ഫൈൻഡിങ് ഉണ്ടെങ്കിൽ അത് പിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്ട്രസ്സിലാവുന്ന ഡൈവേഴ്സ് റെസ്ക്യൂ ടീമിൽ ആർക്കെങ്കിലും, ഇപ്പം അവിടുത്തെ ലോക്കൽ ഫിഷർമെന്നൊക്കെ ഭയങ്കര വിദഗ്ധരായിട്ടുള്ളവരും ഈ സെർച്ചിന് പോയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരു ഡിസ്ട്രസ് സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എന്തെങ്കിലും ലിഫ്റ്റിംഗ് അവിടെ നിന്ന് ആവശ്യമാണെങ്കിൽ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അനിവാര്യമാണ്. ആ ഹെലികോപ്റ്ററിന് റീഫ്യൂവലിങ്ങിനുള്ള പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ അമ്മയാണ് അത് പരിഹരിച്ചത്. അമ്മ അമൃത സ്വരൂപാനന്ദ സ്വാമി അടുത്ത് പറഞ്ഞിട്ട് അപ്പം തന്നെ എൻജിനീയറിംഗ് കോളേജിലെ ടീം ഇന്നലെ രാത്രി 11 മണി മുതൽ അവിടെ വള്ളിക്കാവിൽ അമൃത എൻജിനീയറിംഗ് കോളേജിൻ്റെ സ്ഥലത്ത് 25 മീറ്റർ ഡയയിൽ പുതിയ ഹെലിപ്പാഡ് ഉണ്ടാക്കി. കോൺക്രീറ്റ് ചെയ്യാൻ മിക്സറുമായിട്ട് NH ടീം മുഴുവൻ വന്നു. പക്ഷേ അവർ കോൺക്രീറ്റ് ഇട്ട 24 മണിക്കൂറാവും സെറ്റാവാൻ. അതിന് എൻജിനീയറിംഗ് ടീം തന്നെ പറഞ്ഞത് മെറ്റലിട്ട് നല്ലതുപോലെ ഇടിച്ചുറപ്പിച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ഇൻ്റർലോക്ക് ഇട്ട് അത് കംപ്രസ് ചെയ്തുണ്ടാക്കിയ ബ്രിക്സ് ഉണ്ട്, വലിയ പ്രഷർ വിത്ത് സ്റ്റാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ബ്രിക്കും കൊണ്ടുവന്ന് അവർ രാവിലെ 9 മണിയായപ്പോൾ തയ്യാറായി. ഇന്ന് കാലത്ത് പുറപ്പെടേണ്ട കോസ്റ്റ് ഗാർഡിന് ഹെലികോപ്റ്ററിനൊരു ചെറിയ ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായി. അതിൻ്റെ ആൾക്കാർ വന്ന് കറക്റ്റ് ചെയ്ത് 10:30 മണിയാവുമ്പോൾ റെഡിയാവുമെന്നും അറിയിച്ചു. അതിന് റീഫ്യൂവലിങ്ങിനുള്ള ടാങ്കർ വരാനുള്ള വഴി വരെ അമ്മ അവിടെ നിർദ്ദേശിച്ച് നിർമ്മിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഡിയാക്കിയിട്ടു. ഇപ്പോൾ അവിടെ സെർച്ചും ഹണ്ടും ഒക്കെ വളരെ ശക്തമായി നടക്കുന്നു. ആ അമ്മയുടെയും അവിടുത്തെ കടൽ കർഷകരുടെ സമൂഹത്തിൻ്റെയും ഒരു തൃപ്തിയിലേക്ക് നമുക്ക് എന്ത് റിസൾട്ടാണ് നേടിക്കൊടുക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല, ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. അപ്പോൾ ആ റിസൾട്ടല്ല പ്രധാനം, നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അനാദരവ് ഇവരുടെ ഈ വലിയ തിരകളോട് മല്ലടിച്ച് നമ്മുടെ ഒന്നും ഒരു പിന്തുണയുമില്ലാതെ ജീവിതം കണ്ടെത്തുകയും അതുവഴി രാജ്യത്തിന് GDPയിൽ വലിയ കുതിപ്പുണ്ടാക്കുന്ന എക്സ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വീണ്ടും നമ്മുടെ മെറൈൻ എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത് വലിയ ബൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ടകര എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ സീ ഫുഡ് എക്സ്പോർട്ടിൻ്റെ മാതൃസ്ഥാപനമാണ് കൊല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലഘട്ടമായിട്ട് ട്രഡീഷണൽ ഫിഷിംഗ്
അതിൻ്റെ നമ്മുടെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനും പിന്നെ ഇൻ്റർനാഷണൽ കൺസ്യൂമേഴ്സിനും എല്ലാം സെർവ് ചെയ്ത ഒരു സമൂഹത്തിന് ആ കരുതൽ ചെല്ലുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ചിലപ്പോൾ ഒരു അപ്രൂവറായി മാറാം. അത് ദേശീയമായിട്ടും ചിലപ്പം വളരാം. നമ്മുടെ കോസ്റ്റ് ലൈനിലൊക്കെ ഇത് അലയടിച്ച് പൊന്തി വരാം. അത് റിഗാർഡ് ചെയ്യണമെന്ന് തോന്നി ചെയ്യാൻ സാധിച്ചു. ഞാൻ ഇപ്പോഴും പറയുന്നു, ജീവനോട് എവിടുന്നെങ്കിലും ആ കുഞ്ഞോടി വരുമോ എന്ന് പോലും നമ്മൾ പ്രതീക്ഷിക്കണം. എവിടെങ്കിലും ജീവനോട് അടിഞ്ഞ് നമുക്ക് തിരിച്ച് അതിനെ കിട്ടും എന്നും വിചാരിക്കണം. അതല്ല കടലിൽ എവിടെങ്കിലും കുടുങ്ങിക്കിടക്കുന്നെങ്കിൽ അങ്ങനെ. ഇനി അതല്ല അനിഷ്ടം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മ പറഞ്ഞതുപോലെ അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും അല്ലേ മകൻ്റെയും കൂടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുതെന്ന് പറഞ്ഞ ഒരു വരിയാണ്. അത് നമ്മൾ ആദരിക്കുകയാണ്. ആ സമൂഹത്തിന് മുഴുവൻ അത് ഒരു തൃപ്തിയും ഉണ്ടാവും. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഈ പ്രളയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കലാമിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഒരു ശ്രദ്ധ ചെല്ലുന്നുള്ളൂ. അവിടെ നമ്മൾ ദൂരവ്യാപകമായിട്ട് ഈ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യേണ്ടതിന് അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിനകത്തെ പ്രധാന പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഈ കടൽ കർഷകർ തന്നെയാണ്. സർക്കാർ ഒരു ഊഹാപോഹത്തിലാണെന്ന് പോലും അവർക്ക് തോന്നും. കാരണം നമ്മളുടെ ബൈനോക്കുലറിനോ അല്ലെങ്കിൽ ടെലിസ്കോപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റുകൾക്കോ റീഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അവരുടെ ഒരു സാങ്കേതികമായ കടലിൻ്റെ മുകളിലുള്ള ആകാശത്തിലൂടെ കടലിൻ്റെ സ്വഭാവത്തെ അളക്കുന്ന ഒരു ഭയങ്കരമായ ഒന്ന് കൈവച്ചൊന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂപ്പന്മാർ പറയും എന്താണ് കേരള തീരത്ത് സംഭവിക്കാൻ പോകുന്നത്, 2 ആഴ്ച കഴിഞ്ഞാൽ മറുതീരത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനത്തിലൂടെ മാത്രം ലഭിക്കുന്ന സാങ്കേതികതയ്ക്ക് ഒരുപക്ഷെ ഇന്ന് കരുതലോടെ പോകരുത് എന്ന് നിർദ്ദേശിക്കാൻ കഴിയുമ്പോൾ പോകണ്ട എന്ന് നിശ്ചയിക്കുന്ന വളരെ സാങ്കേതികതയ്ക്ക് കുറച്ച് വില കൽപ്പിക്കുന്ന ഒരു സമൂഹം. നമ്മൾ അന്ധവിശ്വാസങ്ങളിലൂടെ ജീവിച്ചു വന്നവരാണ്. ആ അന്ധവിശ്വാസം തൊലയണമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പുതിയ വിശ്വാസ പ്രമാണങ്ങളിൽ നമ്മൾ സയൻസിനെയാണ് ചേർക്കുന്നത്. ആ സയൻസ് നിർദ്ദേശിക്കുന്ന ഒരു കടലിലേക്ക് പോകരുത് എന്ന് സയൻസ് പറയുന്നുണ്ടെങ്കിൽ അത് പോകണ്ട എന്ന് ദൃഢനിശ്ചയമെടുക്കുന്ന കടൽ കർഷക സമൂഹത്തിൻ്റെ ഒരു നവോത്ഥാനം അത് നടപ്പിലാവണം. അത് സർക്കാരിനെ പിന്തുണയ്ക്കാനല്ല, സർക്കാരല്ലാതെ വീട്ടിലിരിക്കുന്ന എത്രയോ അമ്മമാരിപ്പം നെഞ്ചത്ത് കൈവച്ച് കരയുന്നുണ്ടാവും ഈ അതുൽ കൃഷ്ണയുടെ ഒരു ആ സംഭവവുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ സമൂഹത്തിന് മുഴുവൻ ഇത് വലിയ വേദന സമ്മാനിക്കാൻ ഒരു കൃത്യമുണ്ടാവുന്നത് ആരുടെ ഭാഗത്ത് നിന്ന് എന്ന് പറയുന്ന വിലയിരുത്തൽ നടത്തണം. സർക്കാരുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ പ്രതിപക്ഷമാണ് ഭരിക്കുന്നതെന്ന് വെച്ച് അങ്ങനെ നമുക്ക് കുറ്റം പറഞ്ഞ് ഒഴിയാനൊക്കത്തില്ല. എല്ലാവരുടെയും ഒരു സംയമനം, ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ അതൊക്കെ നമ്മൾ പാലിക്കണം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ബയോമെട്രിക്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ISROയുടെ ഒരു ടീമിനെയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഒരു ടീമിനെയും കൊണ്ടുവന്ന് ഒരു ബയോളജിക്കൽ ഇംപ്ലാന്റിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ കടലിൽ പോകുന്ന കർഷകർക്ക് നമുക്ക് സ്കാൻ ചെയ്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇൻബിൽറ്റ് മൊഡാലിറ്റി, അതൊക്കെ ഇനി അതിൻ്റെ സയൻറ്റിഫിക് ക്ലിയറൻസ് എല്ലാം എടുക്കണം. ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിന് വേണ്ടി വരും. ഇത് മുഖ്യമന്ത്രി ഈ ഒരു ഒരു അസന്തുലിതാവസ്ഥയെന്ന് മാറിക്കഴിയുമ്പോൾ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഈ അമ്മയുടെ ഇടപെടലിലൂടെ പെട്ടെന്ന് ഏതാണ്ട് 24 മണിക്കൂർ കൊണ്ടാണ് ആ ഒരു നടപടി ഉണ്ടായത്. അപ്പോൾ ശരിക്കും നമുക്കതിന് ഭാവി കാലത്തേക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയല്ലേ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? അല്ല, ഇതൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ ആയിരിക്കണം എന്ന് ഇതിൻ്റെ റിസൾട്ട് മാത്രമല്ല, ഈ പ്രവർത്തനം കൊണ്ട് എന്ത് ഫലമുണ്ടായി അത് സൂചിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയറായി മാറും. അത് സദേൺ നേവൽ കമാൻഡിന് മനസ്സിലായി, ക്യാപ്റ്റൻ ഹാർക്കെയ്ക്ക് മനസ്സിലായി. INS വിക്രാന്ത് ഇവിടെ വന്ന സമയത്ത് അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ് ഹാർക്കെ ആണ് ഇതിൻ്റെ ഒരു സെൻസിബിലിറ്റി അളന്ന് നേവൽ കമാൻഡിനെ അറിയിച്ചതും കമാൻഡൻ്റാണ്
തീരുമാനിച്ചത് ഇത് തന്നെയാണ് ഇതിൻ്റെ വഴി. ഹെലികോപ്റ്ററിൽ നിന്നല്ല, നമുക്ക് ഷിപ്പിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ നടക്കേണ്ടതെന്ന് തീരുമാനിച്ചു. അത് വളരെ സെൻസിബിളായിട്ടുള്ള ഡിസിഷനായിരുന്നു. ആ കുട്ടിയുടെ അമ്മയായാലും ഞാനും ഒക്കെ വിചാരിച്ചത് നേവിയുടെ ഹെലികോപ്റ്റർ തന്നെ വന്നാണ് ഇതിന്. ഇല്ല, അവർക്കത് കൂടുതലറിയാം. അവർ നിർദ്ദേശിച്ച അനുസരിച്ച് ഇന്ന് കളക്ടറും ചീഫ് സെക്രട്ടറിയും CMO ഒക്കെ വളരെ ഹാപ്പിയാണ് ഇത്രയും ചെയ്യാൻ പറ്റിയത്. ഈ 24 മണിക്കൂറിൻ്റെ ഒരു കാലതാമസമെന്ന് പറയുന്നത് വിട്ടുകൊടുത്തതാണ്. അവരത് ചെയ്യട്ടെ, ഉദ്യോഗസ്ഥരുടെ വീര്യം കെടുത്തരുത്, അവരെ കൊണ്ടാവുന്നില്ല എന്നറിയിക്കട്ടെ, നമുക്ക് പുതിയ സംവിധാനം കൊണ്ടുവരാമെന്നാണ് ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ ആ അമ്മയോട് പറഞ്ഞത്. ഇന്നലെ ആ അമ്മയുടെ പരിദേവനം വീണ്ടും വന്നപ്പോൾ പിന്നെ ആലോചിച്ചില്ല. പക്ഷേ എനിക്ക് അതൊരു 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റി. ആ 2 മണിക്കൂർ കൊണ്ട് കളക്ടറെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്തു. ഉമേഷ്, മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ഉമേഷ് IAS, അദ്ദേഹവുമായിട്ട് കോർഡിനേറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും CM നേരിട്ട് വിളിച്ചു. അങ്ങനെയാണിത് സെറ്റ് ചെയ്യുന്നത്. ക്യാമറാമാൻ സുനിൽകുമാറൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.